പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അതെപ്പോൾ ഉപയോഗിക്കേണ്ടത്? നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഏത് ടേമാണ് കൂടുതൽ വരിക? ബീൻ എന്ന് പറയുന്നൊരു ടേമാണ് കൂടുതൽ വരുന്നത്. നമ്മളെ അച്ഛനും അമ്മയും തുടർച്ചയായി നിങ്ങളെ വഴക്ക് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു എന്ന് വെക്കുക. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഫാദർ ആൻഡ് മദർ ഹാവ് ബീൻ സ്കോൾഡിങ് മീ. ആ രണ്ട് പേരുണ്ട് അല്ലേ, ഫാദറുണ്ട് മദറുണ്ട്, അതുകൊണ്ടാണ് ഹാവ് വന്നത്. ബഹുവചനമാണ്, ഒന്നിൽ കൂടുതലുണ്ട് ആൾക്കാർ. അപ്പം ഹാവ് ബീൻ സ്കോൾഡിങ് മീ. അടുത്ത് നോക്കൂ, ഹീ ഹാസ് ബീൻ ഡ്രിങ്കിങ് വാട്ടർ. ഹീ എന്ന് പറയുന്ന ആൾ ഒരാളാണ്, അതുകൊണ്ടാണ് ഹാസ് വന്നത്. അവൻ വെള്ളം കുടിച്ചു കൊണ്ടേയിരിക്കുന്നു. അടുത്ത് നോക്കൂ, ദേ ഹാവ് ബീൻ ഡ്രിങ്കിങ് വാട്ടർ. അവർ വെള്ളം കുടിച്ചു കൊണ്ടേയിരിക്കുന്നു. ആര് അവർ? അവർ എന്ന് വെച്ചാൽ കുറേ പേരുണ്ട്, അതുകൊണ്ട് ഹാവ്. ഐ എന്ന് പറയുന്നൊരു സ്പെഷ്യൽ കേസാണ്, അത് ബഹുവചനമായിട്ടാണ് കണക്കാക്കുന്നത്. ഐ ഹാവ് ബീൻ ഡ്രിങ്കിങ്